ദശകം 17 ശ്ലോകം 1. ഉത്ഥാനപാദനിർവതേന്മനുനന്ദനസ്യ ജായാ ബഭൂവ സുരുചിത് നിതരാമഭീഷ്ടാ അന്യാ സുനീതിരിതി ഭർതൃരനാദൃദാസാ ത്വമേവ നിത്യമഗതി ശരണം ഗതാഭൂത്. ശ്ലോകം 2. അംഗേ പിതുസുരുചിപുത്രകമുത്തമം ത്വം ദൃഷ്ട്വാ ധ്രുവഃ കില സുനീതിസുതോതിരോക്ഷ്യൻ ആജിക്ഷിബേ കില ശിശുസുതരാം സുരുച്യാ ദുസ്സന്ധ്യജാഗലു ബഹർവിമുഖൈരസൂയാ. ശ്ലോകം 3. ത്വന്മോഹിതേ പിതരി പശ്യതി ദാരവശ്യേ ദൂരം ദുരുക്തേ നിഹതഃ സഗതോ നിജാംബാം സാഭി സ്വകർമ്മഗതി സന്തരണായ പുംസാം ത്വത്പാദമേവ ശരണം ശിശവേ ശംസാ. ശ്ലോകം 4. അകർണ്യസൂഭി ഭഗവദർച്ചന നിശ്ചിതാത്മാ മാനീ നിരേത്യ നഗരാത് കില പഞ്ചവർഷ സന്ധിഷ്ടനാരദ നിവേദിത മന്ത്രമാർഗ ത്വമാരരാധ തപസാ മധുകാനനാന്തേ. ശ്ലോകം 5. താദേ വിഷണ്ണ ഹൃദയേ നഗരിം ഗതേന ശ്രീനാരദേന പരിസാന്തിതചിത്തവൃത്തോ ബാലസ്ത്വദർപ്പിതമനാക്രമവർദ്ധിതേന നിന്നെ കഠോര തപസാ കില പഞ്ചമാസാൻ. ശ്ലോകം 6. താവത്തവോ ബലനിരുശ്വസിതേ ദിഗന്തേ ദേവാതിദസ്തമുദയത് കരുണാദ്രചേതാഃ ത്വദ്രൂപഛിദ്രസനിലീനമതേ പുരസ്താ ആവേദ് ബഭൂവിധ വിഭോ ഗരുഡാധിരൂഢഃ. നമസ്തേ. ശ്രീമന്നാരായണീയത്തിൽ 17ാമത്തെ ദശകം ധ്രുവചരിതം കഥയാണിതിൽ പ്രതിപാദിക്കുന്നത്. തുടക്കം 1ാമത്തെ ശ്ലോകം ഉത്ഥാനപാദ നൃപതേർ മനുനന്ദനസ്യ എന്നാണ് ആ ശ്ലോകം ആരംഭിക്കുന്നത്. മനുനന്ദനസ്യ ഉത്ഥാനപാദ നൃപതേ, സ്വയംഭുവമനുവിൻ്റെ പുത്രനായ ഉത്ഥാനപാദ മഹാരാജാവിൻ്റെ സുരുചി ജായാനിതരാം അഭിഷ്ടാബഭുവ. സുരുചി എന്നു പേരുള്ള ഭാര്യ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയായി. സുനീതിഹി ഇതി അന്യാ ഭർതൃ അനാദൃത, സുനീതി എന്നു പേരുള്ള മറ്റൊരു പത്നി ഇഷ്ടപ്പെടാത്തവളുമായി. അഗതിഹി സാ നിത്യം ത്വാമേവ ശരണം ഗതാ അഭൂത്, മറ്റു മാർഗമൊന്നുമില്ലാത്ത സുനീതി എപ്പോഴും അങ്ങയെ തന്നെ ശരണം പ്രാപിച്ചു. മനുഷ്യവംശത്തിൻ്റെ തുടക്കം കുറിച്ച സ്വയംഭവമനു, അദ്ദേഹമാണ് ലോകത്തിലെ ഈ ഭൂമിയിലെ ആദ്യത്തെ ഭരണാധികാരി, ഭൂമിപാലൻ എന്നാണ് പറയുക. അന്ന് രാജ എന്ന പദവിയല്ല, അതിനേക്കാളും ഉയർന്ന ഈ ഭൂമിയെ മുഴുവനുമുള്ള അധിപതിയായിട്ടാണ് അറിയപ്പെട്ടു വന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ ആണ് ഉത്ഥാനപാദ. അദ്ദേഹവും ഒരു ചക്രവർത്തി ഭാവത്തിൽ ഈ ലോകത്തെ മുഴുവനും ഭരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിന് 2 പത്നിമാരാണുള്ളത്. പക്ഷേ 2 പത്നിമാരെയും തുല്യമായി സ്നേഹിക്കണമല്ലോ അത്തരം വ്യക്തികൾ. പക്ഷേ ഇവിടെ ഒരു പക്ഷപാതപരമായ പെരുമാറ്റമാണ് ഉത്ഥാനപാദ മഹാരാജാവിൽ നിന്നുണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഒരു പത്നിയുടെ പേര് സുനീതി എന്നാണ്, മറ്റൊരു പത്നിയുടെ പേര് സുരുചി എന്നാണ്. അതിൽ സുനീതി പൊതുവെ ശാന്ത സ്വഭാവിയാണ്. അതായത് പാതിവൃത്യത്തോടുകൂടി ഭർത്തൃശുശ്രൂഷ ചെയ്ത് അന്തഃപുരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കുട്ടികളെ പരിപാലിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം, ഒരു വീട്ടമ്മയായി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അതുപോലെയുള്ളൊരു ജീവിതമായിരുന്നു സുനീതിയുടെ. പക്ഷെ സുരുചി അങ്ങനെ ആയിരുന്നില്ല. മഹാരാജാവിൻ്റെ പത്നി ഞാനാണ് എന്നത് മറ്റുള്ളവരെ അറിയിക്കാനായി എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കുകയും അങ്ങനെ അധിക സമയവും
രാജധാനിയിലോ അല്ലെങ്കിൽ അന്തഃപുരത്തോ അവരുണ്ടാവില്ല. അപ്പോൾ ജനങ്ങളൊക്കെ ആദരിക്കുന്നതൊക്കെ സുരുചിയാണ് പ്രധാന പത്നി എന്ന നിലയിൽ. പക്ഷേ ഇതിൽ പരിഭവമൊന്നുമില്ല സുനീതിക്ക്. അതായത് ഓരോരുത്തരുടെ ആ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കണം. എപ്പോഴും ദൈവത്തെ ആലോചിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഒരു ജീവിതമായിരുന്നു സുനീതി നയിച്ചു വന്നിരുന്നത്. അവരുടെ മകനാണ് ധ്രുവൻ എന്ന് പറയുന്നത് സുനീതിയുടെ. സുരുചിക്കും ഒരു മകനുണ്ട്, ഉത്തമൻ എന്നാണ് പേര്. അങ്ങനെ 2 കുട്ടികൾ, 2 പത്നിമാർ, ഉത്താനപാത, ഭൂമിപാലൻ, അങ്ങനെയാണ് ആ കുടുംബം. ആ കുടുംബത്തിൻ്റെ ഒരു സംഭവമാണ് വിശദീകരിക്കുന്നത്. 2ാമത്തെ ശ്ലോകം. അംഗേ പിതു സുരുചി പുത്രകമുത്തമം തം. പിതു അംഗേ സുരുചി പുത്രകം തം ഉത്തമം ദൃഷ്ട്വ. ഒരു ദിവസം അച്ഛൻ്റെ മടിയിൽ സുരുചിയുടെ പുത്രനായ ഉത്തമനെ കണ്ടിട്ട് സുനീതിസുതഃ ധ്രുവഃ കില അതിരോക്ഷ്യൻ. സുനീതിപുത്രനായ ധ്രുവൻ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കുവാൻ ശ്രമിച്ചപ്പോൾ ശിശുഹു സുരിച്ച സുതരാം ആജിക്ഷിവേ കില. ധ്രുവനെ വല്ലാതെ ശകാരിച്ചു അത്രേ. ഭവത് വിമുഖൈ അസൂയാതു സന്തുജാഖലു. ഗുരുവായൂരപ്പ, അങ്ങയോട് ഭക്തിയില്ലാത്തവർക്ക് അസൂയ വിട്ടുമാറുകയില്ലല്ലോ. അതായത് ഒരു ദിവസം ഈ 2 കുട്ടികൾ ഉത്തമനും ധ്രുവനും കളിക്കുകയായിരുന്നു. ഈ കളികൾ ശ്രദ്ധിച്ചുകൊണ്ട് ഉത്താനപാത ചക്രവർത്തിയും അടുത്തായിട്ട് സുരുചിയും ഉണ്ട്. സുനീതി അന്തഃപുരത്തിലാണല്ലോ, അവരെപ്പോഴും പുറത്തേക്ക് അങ്ങനെ വരില്ല. അപ്പോൾ ഈ കുട്ടികളുടെ കളി ഇങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉത്തമൻ, അത് സുരുചിയുടെ മകൻ, ഓടി വന്ന് അച്ഛൻ്റെ ഒരു മടിയിൽ കയറി ഇരുന്നു. ഇത് കണ്ടിട്ട് ധ്രുവനും, തൻ്റെ പിതാവ് തന്നെയാണല്ലോ സുനീതിയുടെ മകനായ ധ്രുവനും, ഓടി വന്ന് അച്ഛൻ്റെ മറ്റേ തുടയിൽ ഇരിക്കാൻ ശ്രമിച്ചപ്പോൾ സുരുചി വിലക്കി എന്നാണ് പറയുന്നത്. മാത്രമല്ല കഠിന വാക്കുകളെ കൊണ്ട് ശകാരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അത് വല്ലാതൊരു ദുഃഖമുണ്ടാക്കുന്ന ഒരു അനുഭവമായിരുന്നു. അതായത് 2 പേരുടെയും പിതാവാണ് ഉത്താനപാതൻ, പക്ഷെ അമ്മ 2ആണ്. ഇവിടെ രാജാവ് 2 പേരെയും ഒരേപോലെ കാണേണ്ട രാജാവ് അവിടെ സുരുചി ധ്രുവനെ തൻ്റെ മറ്റേ മടിയിലിരിക്കാൻ ശ്രമിച്ചപ്പോൾ തടയുക മാത്രമല്ല ശകാരിക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്ന വിഷാദം എത്രയായിരിക്കും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ശ്ലോകം 3. ത്വന്മോഹിതേ പിതരി പശ്യതി ദാരവശ്യേ ദൂരം ദുരുക്തി നിഹതഃ സഹ. വേദനിപ്പിക്കുന്ന ശകാരവാക്കുകൾ കേട്ട് വളരെയധികം സങ്കടപ്പെട്ട ധ്രുവകുമാരൻ ത്വന്മോഹിതേ ദാരവശ്യേ പിതരി പശ്യതി. ഗുരുവായൂരപ്പ, അങ്ങയാൽ മോഹിപ്പിക്കപ്പെട്ടവനായി നിൽക്കുന്ന അച്ഛൻ നോക്കി നിൽക്കെ നിജാംബാംഗത, തൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി. സാ അഭിപം സാം സ്വകർമ്മഗതി സംധരണായ. സുനീതിയും മനുഷ്യർ അവർക്ക് വിധിക്കപ്പെട്ട കർമ്മമാർഗത്തിൽ നിന്ന് കരകയറുവാനായി ശരണം ത്വത് പാദം ഏവ ശിശവേ ശശംസ. ആശ്രയിക്കുന്ന ഭഗവാനെ തന്നെയാണെന്ന് ധ്രുവനോട് പറഞ്ഞു. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ശ്ലോകം കൂടിയാണ്. 5 വയസ്സുപോലും പൂർത്തിയാകാത്ത ധ്രുവൻ സങ്കടം കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി. ആ കൊച്ചു പ്രായത്തിൽ ആ കുട്ടിക്ക് സഹിക്കാൻ വയ്യാവുന്നതിലധികമായിരുന്നു ആ ദുഃഖം. അതിന് നമ്മൾ അഴൽ എന്നൊക്കെ പറയും. കുട്ടികൾക്ക് അതെങ്ങനെ മറ്റുള്ളവർ പറഞ്ഞറിയിക്കുക എന്നത് ആ പ്രായത്തിലൊന്നും അസാധ്യമായ കാര്യമാണ്. പക്ഷേ എങ്കിലും ദുഃഖം വല്ലാതെ ബാധിച്ചിരിക്കുന്നു ആ കുട്ടിയെ. ഓടി അമ്മയുടെ അടുത്തേക്കാണ് പോയത്. ഗദ്ഗദത്തോടെ സുരുചി അമ്മ പറഞ്ഞ വാക്കുകൾ അമ്മയോട് പറഞ്ഞു. സുരുചി ശകാരിച്ചത് എന്താണ് എന്നുള്ള കാര്യങ്ങൾ തൻ്റെ സ്വന്തം അമ്മയായ സുനീതിയോട് പറഞ്ഞു. സുനീതി എല്ലാം കേട്ട് ദുഃഖം ഉള്ളിലൊതുക്കി മകനെ സമാശ്വസിപ്പിച്ചു. അവിടെയാണ് സുനീതിയുടെ ആ സ്വഭാവം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എല്ലാം കേട്ടു. തൻ്റെ മകന് ശകാരിച്ചതും ചെയ്യാൻ പാടില്ലാത്തതാണ്. തൻ്റെ മകൻ അതുകൊണ്ട് അനുഭവിക്കുന്ന സങ്കടം എത്രയാണ് എന്നൊക്കെ സുനീതി മനസ്സിലാക്കി. പക്ഷേ ആ കാര്യത്തിൽ, ആ ശകാരിച്ച കാര്യത്തിൽ അമ്മ എങ്ങനെയാണ് ഇടപെട്ടത്? സമാധാനിപ്പിച്ചുകൊണ്ടാണ്, ആശ്വസിപ്പിക്കുകയാണ് മകനെ. ജീവിതയാത്രയിൽ ഉണ്ടാവുന്ന ദുഃഖം ദൈവത്തോട് പറയുകയല്ലാതെ
മനുഷ്യർക്ക് മറ്റെന്ത് പോംവഴിയാണുള്ളതെന്ന് മകനോട് സുനീതി പറഞ്ഞു. മോനെ, ഇത്തരം സംഭവങ്ങൾ ദൈവഹിതമായിരിക്കും. പൂർവ്വജന്മം ചെയ്ത എന്തെങ്കിലും വിഷമങ്ങൾ അത് ഈ ജന്മത്തിൽ അനുഭവിക്കണമല്ലോ, ചെറുതായിട്ടോ വലുതായിട്ടോ ഒക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആരോടാണിത് പറയാൻ പറ്റുക? ദൈവത്തോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇത് പോയി തർക്കിക്കുന്നതും ഒക്കെ അത്ര ശരിയായ കാര്യമല്ല എന്ന് സമാധാനപ്രിയായ സുനീതി മകനോട് പറഞ്ഞു. ആകർണ്യ സോപി ഭവദർച്ച നിശ്ചിതാത്മാ സഹ അഭി പഞ്ചവർഷക കിലമാനി. 5 വയസ്സ് പൂർത്തിയാകാത്ത ധ്രുവൻ അഭിമാനശാലിയായിരുന്നതിനാൽ ആകർണ്യ ഭവദർച്ചന നിശ്ചിതാത്മാ, ഭഗവാനെ ആരാധിക്കൂ എന്ന അമ്മയുടെ ഉപദേശം കേട്ട് ഗുരുവായൂരപ്പ അങ്ങേ ആരാധിക്കുവാൻ നിശ്ചയിച്ച് നിരേത്യ നഗരം വിട്ടുപോയി. സംദൃഷ്ട നാരദനിവേദിത മന്ത്രമാർഗ, വഴിയിൽ വെച്ച് കണ്ട നാരദ മഹർഷി ഉപദേശിച്ച മന്ത്രവും ആരാധനാക്രമവും മനസ്സിലാക്കി. മധുഗാനനാന്തേ തപസാത്വം ആരാധ, മധുവനം എന്ന വനത്തിൽ ചെന്ന് തപസ് ചെയ്ത് അങ്ങയെ ആരാധിച്ചു. അപ്പോൾ ആ കുട്ടിക്കത് വളരെ വിഷമുണ്ടാക്കിയെങ്കിലും തൻ്റെ കൊച്ചു ബുദ്ധിയിൽ അതിനെപ്പറ്റി ചിന്തിക്കുകയാണ്. അതായത് സുരീച്ച് പറഞ്ഞ ശകാരവാക്കിൻ്റെ ഇടയിൽ അവർ ഒരു കാര്യം പറഞ്ഞു, അത് ഭാഗവത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. തനിക്ക് ഉത്താനപാദ മഹാരാജാവിൻ്റെ മടിയിലിരിക്കാനുള്ള യോഗ്യതയില്ല, കാരണം നീ എൻ്റെ മകനല്ല എന്ന് സുരീജി പറഞ്ഞു. ഞാനാണ് യഥാർത്ഥത്തിൽ ഉത്താനപാദ മഹാരാജാവിൻ്റെ പത്നി. എൻ്റെ മകൻ ഉത്തമന് അതിനുള്ള അവകാശമുണ്ട്, നിനക്കതില്ല. ഇനി നിനക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ തപസ് ചെയ്യൂ പോയിട്ട്, എന്നിട്ട് ശ്രീനാരായണ തപസ് ചെയ്ത് വരം വാങ്ങി എൻ്റെ പുത്രനായിട്ട് ജനിക്കൂ, അപ്പോൾ നിനക്കത് സാധിക്കും എന്ന് പറഞ്ഞിരുന്നു. അത് ഭാഗവത്തിൽ അങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോഴതിങ്ങനെ മനസ്സിൽ നാരായണന് തപസ് ചെയ്യൂ എന്ന ആ ഒരു വാക്ക് സുരീജിയിൽ നിന്ന് കിട്ടി. ഈ സുരീജി പറഞ്ഞതിൽ ഏറ്റവും നല്ല കാര്യം മാത്രം തിരഞ്ഞെടുത്തു. അതാണ് സുനീതിയുടെ ഒരു പ്രത്യേകത. അവർ ശകാരിച്ചു, ശരിയാണ്, പക്ഷെ അതിലെന്തെങ്കിലും നല്ലത് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടോ ആ സുരീജമ്മ, അത് അവർ ശ്രദ്ധിച്ചു. നീ നാരായണനെ പോയി തപസ് ചെയ്തു എന്നുള്ളത് അത് വലിയൊരു ഉപദേശമാണ് മോനെ. അതുകൊണ്ട് നീ നാരായണനെ, ഗുരുവായൂരപ്പന് തപസ് ചെയ്യൂ എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു. 5 വയസ്സ് പോലും പൂർത്തിയാകാത്ത ധ്രുവൻ അമ്മയുടെ ഉപദേശപ്രകാരം ഭഗവാനെ ആരാധിക്കുവാൻ വനത്തിലേക്ക് പോയി. വഴിമധ്യത്തിൽ വെച്ച് കണ്ട നാരദ മഹർഷി ധ്രുവന് ഭഗവാന്റെ 12 മന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായ, അതാണ് 12 മന്ത്രം എന്ന് പറയുന്നത്, 12 അക്ഷരമുള്ള ഓം നമോ ഭഗവതേ വാസുദേവായ ഉപദേശിച്ച് തപസ് ചെയ്യേണ്ട ക്രമത്തെയും വിശദമായി പറഞ്ഞു കൊടുത്തു. ധ്രുവൻ മധുവനം എന്ന വനത്തിൽ ചെന്ന് ഭഗവാനെ ധ്യാനിച്ച് തപസ് ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് തപസ് ചെയ്യേണ്ടത് എന്ന് ധ്രുവൻ അറിയില്ല. പക്ഷെ അമ്മ പറഞ്ഞു, നാരദ മഹർഷിയോട് ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞു. നാരദ മഹർഷി വന്നപ്പോൾ ഈ കാര്യം പറഞ്ഞു, ഈ കുട്ടിക്ക് ശ്രീനാരായണ തപസ് ചെയ്യണമെന്നുള്ള മോഹമുണ്ട്, അതിൻ്റെ എങ്ങനെയാണ് തപസ് ചെയ്യേണ്ട ക്രമം എന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് അവിടെ കൊട്ടാരത്തിൻ്റെ കുറച്ചടുത്തായിട്ടൊരു മധുവനമുണ്ട്. അവിടെ പോയി നാരദ മഹർഷി ഈ 12 മന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇതെല്ലാവരും ജപിക്കാൻ ഏറ്റവും ഉചിതമായൊരു മന്ത്രമാണ് സാധാരണ മനുഷ്യർക്കൊക്കെ. ആ മന്ത്രം ഉപദേശിച്ചു കൊടുത്ത് നീ തപസ് ചെയ്തോളൂ എന്ന് നാരദ മഹർഷി പറഞ്ഞു. 5-ാമത്തെ ശ്ലോകം. താതേ വിഷണ്ണഹൃദയേ നഗരീം ഗതേന. വിഷണ്ണഹൃദയേ താതേ. ധ്രുവൻ നഗരം വിട്ടു പോയപ്പോൾ അച്ഛന്, അതായത് ഉത്താനപാദ മഹാരാജാവിന് ഹൃദയവേദനയുണ്ടായി. അദ്ദേഹത്തെ നഗരീം ഗതേന ശ്രീനാരദേന. ആ സന്ദർഭത്തിൽ നഗരത്തിലെത്തിച്ചേർന്ന ശ്രീനാരദ മഹർഷി പരിസാന്ത്യുത ചിത്തവൃത്തവും നല്ല വാക്കുകളാൽ ചക്രവർത്തിയെ സാന്ത്വനപ്പെടുത്തി. ബാല ത്വദർപ്പിതമനാ. ധ്രുവൻ അങ്ങയിൽ തന്നെ മനസ്സിനെ സമർപ്പിച്ച് ക്രമവർദ്ധിതേന കഠോര തപസ, ക്രമപ്രകാരം ഉയർത്തിക്കൊണ്ടുവന്ന കഠിന തപസ് അനുഷ്ഠിച്ച് 5 മാസാന്യകില 5 മാസം പൂർത്തിയാക്കി. ധ്രുവൻ നഗരം വിട്ടുവെന്ന വാർത്ത കേട്ട് മനോവിഷമത്തോടെ
പിതാവായ ഉത്താനപാദൻ മകനെ അന്വേഷിച്ച് നടക്കുമ്പോൾ നഗരത്തിൽ എത്തിച്ചേർന്ന ശ്രീ നാരദ മഹർഷി അദ്ദേഹത്തെ കണ്ടു. പെട്ടെന്ന് സുരുചിയുടെ വാക്ക് കേട്ട് മകനെ മടിയിലിരുത്തിയില്ല. പക്ഷെ പിന്നീടാണ് ചിന്തിച്ചത് തെറ്റായിപ്പോയി. ആ കുട്ടിക്ക് എത്ര വേദനയുണ്ടാവും. ആ കുട്ടിയെ കണ്ടെത്താനായിട്ട് ഇങ്ങനെ നഗരത്തിൽ നടക്കുമ്പോഴാണ് നാരദ മഹർഷിയെ കാണുന്നത്. അപ്പോൾ പറഞ്ഞു, നല്ലൊരു കാര്യമാണിപ്പോൾ താങ്കളുടെ മകൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ തപസ് തുടങ്ങിയിരിക്കുന്നു. ശ്രീനാരായണനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് മഹാവിഷ്ണുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കഠിന തപസ് അനുഷ്ഠിച്ചിട്ട് ഇപ്പോൾ 5 മാസം കഴിഞ്ഞിരിക്കുന്നു എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. പിന്നെ 6-ാമത്തെ ശ്ലോകം, താവത് തപോബല നിരീച്ഛുസിതേ ദിഗന്തേ. താവത് തുടർന്നും കഠിന തപസ്സിനെ ധ്രുവൻ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദിഗന്തേ തപോബല നിരുച്ഛസിതേ. തപോബലത്താൽ ലോകത്ത് വായു സ്തംഭിച്ചു, ശ്വസിക്കുവാൻ കഴിയാത്ത അവസ്ഥ വന്നു. വിഭോത്വം ദേവാർത്ഥിത ഉദയത് കരുണാർദ്ര ചെയ്ത. മഹാപ്രഭോ, ദേവന്മാരുടെ അഭ്യർത്ഥനയെ മാനിച്ച് കാരുണ്യത്താൽ കുതിർന്ന മനസ്സുമായി അങ്ങ് ത്വദ്രൂപ ഛിദ്ര സനിലമതയെ പുരസ്താത്. അങ്ങയുടെ സ്വരൂപമാകുന്ന ചിദാനന്ദ രസത്തിൽ ലയിച്ച ധ്രുവൻ്റെ മുമ്പിൽ ഗരുഡാധിരൂഢ ആവിർഭവവിധ ഗരുഡാരൂഢനായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇവിടെ കഠിനമായ തപസ്സാണ് ധ്രുവൻ ചെയ്തത് എന്നാണ് വിശദീകരിക്കുന്നത്. പ്രാണായാമത്തിലൂടെ പ്രപഞ്ചത്തെ തന്നെ നിശ്ചലമാക്കിയ ധ്രുവൻ ഒറ്റക്കാലിൽ ഊന്നി നിന്നുകൊണ്ടാണ് തപസ് ചെയ്യുന്നത്. അതാണ് പ്രത്യേകത. കൊച്ചുകുട്ടിയുടെ ആ കഠിന തപസ് വിവരിക്കുകയാണ്. തപസ്സിൽ നിന്ന് ധ്രുവനെ പിന്തിരിപ്പിച്ചില്ലെങ്കിൽ പ്രപഞ്ചപ്രവർത്തനം നിലച്ചു പോകുമെന്ന സ്ഥിതിയായി. ആ പ്രാണായാമത്തിലൂടെ പ്രപഞ്ചത്തിലെ വായുവിനെ മുഴുവനും സ്തംഭിപ്പിക്കുന്ന അവസ്ഥയിലെത്തി തപസ്. അപ്പോൾ ധ്രുവൻ്റെ തപസ് നിർത്തിയില്ലെങ്കിൽ പ്രപഞ്ചം നിശ്ചലമാകും. കാരണം വായുവിനെ മുഴുവനും തന്നിലേക്ക് ഒതുക്കി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഉടനെ ദേവന്മാർ മഹാവിഷ്ണുവിനെ സമീപിച്ച് ഈ ദുരവസ്ഥയിൽ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു. മഹാവിഷ്ണുവിനെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണല്ലോ തപസ് ചെയ്യുന്നത്. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് ദേവന്മാർ ചെന്നു. കരുണാമയനായ ഭഗവാൻ ഉടനെ തന്നെ ഗരുഡാരൂഢനായി മധുവനത്തിൽ എത്തിച്ചേർന്നു. ഇത് കേട്ട ഉടനെ തന്നെ തൻ്റെ ഭക്തനെ കാണാനായിട്ട് ഗരുഡദേവൻ്റെ മുകളിൽ കയറി മധുവനത്തിൽ മഹാവിഷ്ണു എത്തിച്ചേർന്നു. വളരെ നല്ലൊരു ഒരു അനുഗ്രഹമാണ് നമ്മുടെ ധ്രുവന് ലഭിക്കാൻ പോകുന്നത്. നമസ്തേ.